നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തുടങ്ങി വയ്ക്കുകയും ചില കാര്യങ്ങളിലെല്ലാം പരാജയം ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ നിർത്തിവെക്കുവാനും എന്നാൽ ഈ ജൂൺ മാസം മുതൽ പുനരാരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു പ്രത്യേക ഭരണ സംവിധാനത്തോടു കൂടി ആയതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം അവലംബിച്ച് മാത്രമേ പ്രാവർത്തികമാക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയ സാധ്യതകൾ കാണുന്നതുമുണ്ട്. ആർഭാടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് മക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കീഴ് ജീവനക്കാരുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളൊക്കെ അതിൻ്റെ ഒരു പൂർണ്ണരൂപം സമർപ്പിക്കാൻ അവസരം വന്നു ചേരുവാനും ഉടമസ്ഥരിൽ നിന്നും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരമുണ്ടാകുവാനും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകുമെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം അതെല്ലാം തന്നെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം രണ്ടുപേർക്കും ഒരേപോലെ ജോലി കിട്ടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്താനിടവരും. നീതിയുക്തമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കുവാനുള്ള അവസരം ഒരുപക്ഷെ മറ്റൊരാൾ പണം മുതൽ മുടക്കിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയ പദ്ധതികളായതുകൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും നിവൃത്തിയില്ലാത്തതിനാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഉപകരിക്കും. പല പ്രകാരത്തിലും അസുഖങ്ങൾ വന്നു ചേരുകയും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുകയും അന്തിമമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ, ഉഷ്ണരോഗ പീഡകൾ എന്നിവയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമവും യോഗയും ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും. കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് അനുവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം പല പരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2026 ഒക്ടോബർ മുതൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന മത്സര രംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരമുണ്ടാകും. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു എങ്കിലും തൃപ്തികരമല്ലാത്ത ജോലി ആയതുകൊണ്ട് അർദ്ധമനസ്സോടുകൂടിയെ തന്നെയാണ് അത് അനുവർത്തിച്ചു വരുന്നിരുന്നത്. എന്നാൽ സുഹൃത്ത് മുഖാന്തരം ജൂൺ മാസം മുതൽ മറ്റൊരു ജോലി ലഭിക്കും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ അവസരമുണ്ടാകും. വ്യക്തി പ്രഭാവത്താൽ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുവാനും ഒരുപക്ഷെ അതിന് ബന്ധപ്പെട്ട യാത്രകളൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും എല്ലാം വളരെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. സാഹിത്യരചനയ്ക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ മിച്ചം വയ്ക്കുവാനും 2028 ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കുവാനായിട്ട് ചില വസ്തുതർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാനും അർഹമായിട്ടുള്ള ഭൂമി രേഖാപരമായി ലഭിക്കുവാനും ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട്
ചിലർക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാൻ തീരുമാനിക്കും. മറ്റ് ചിലർ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. അമ്മയ്ക്ക് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരി ചെയ്തു വച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി വളരെ ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ഒരുപക്ഷെ സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. നയതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളെയും അതിജീവിക്കാൻ പോലും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം പല വിദ്യാർത്ഥികളും അത് സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 6-7 മാസമായിട്ട് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കെല്ലാം ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിവൃത്തികേടുകൊണ്ടും അനുവർത്തിക്കാനും അതിന് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ഇടവരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആരോഗ്യം തൃപ്തികരമായിരിക്കും. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ബന്ധുമിത്രാദികൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുക മാത്രമല്ല പ്രതീക്ഷിച്ചതിലുപരി എല്ലാ വിധത്തിലും നേട്ടം കൈവരുവാൻ ഇടയുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും. പാരമ്പര്യ പൗരാണിക പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതികളും അംഗീകാരങ്ങളും ധാരാളം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന കഴിഞ്ഞ 1 വർഷമായിട്ട് തിരിച്ചു വന്ന പലർക്കും അവിടെ ആദ്യം ഒരു പുനഃപ്രവേശനം, ജോലിയിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുക എന്നത് അസാധ്യമായിരിക്കാം. ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരത്തിന് സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാനും വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും അതിൻ്റെ ഒരു കോഴ്സിന് ചേരുവാനും ഇടയുണ്ട്. കൃത്യമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. വികസിത രാഷ്ട്രത്തിൽ അന്തിമ നിമിഷത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിലേക്കോ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്കോ പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര തന്നെ ഉചിതമല്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടവരും. അപ്രതീക്ഷിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരിക്കാം 2 മാസം കൂടി അവിടെ ജോലി ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്കെല്ലാം തന്നെ അപേക്ഷകൾ നൽകുവാനും
ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കുമാണെങ്കിലും ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഓണക്കാലത്തിനോടനുബന്ധമായി ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം ദ്രുതഗതിയിലാക്കുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വഴിയും ഒരുപക്ഷെ സകുടുംബം സ്ഥിരതാമസത്തിനുള്ള, അതായത് സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള പദവി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. അഴിമതി ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകുന്നത് വഴി ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുവാനിടയുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവർത്തിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും മനസ്സിലുദ്ദേശിക്കുന്ന വ്യാപാര വിപണന മേഖലകൾ നിലവിലുള്ള രാജ്യത്തിലും നിലവിലുള്ള പട്ടണത്തിലും പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനും ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയായി തന്നെയാണെങ്കിലും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ഇടവരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുന്നത് വഴി മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിനെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ നിന്നും പിന്മാറി അഥവാ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇരുന്നും കൊണ്ടൊരു ജോലി ചെയ്യുകയും എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ജൂൺ മാസം മുതൽ ധാരാളം യാത്ര വേണ്ടി വരുന്നതായിട്ടുള്ള വിഭാഗം ഏറ്റെടുക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനിട വരും. ജോലിയോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്കാണെങ്കിലോ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരങ്ങൾ നഷ്ടങ്ങൾ വന്ന് സംഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് ഈ മേഖലകളെല്ലാം പിന്മാറി കൃഷിയുടെ ഉപകരണങ്ങളെല്ലാം തന്നെ ഇതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യുവാനുള്ള അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉഷ്ണ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ അനുവർത്തിക്കുവാനും ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. അതായത് ദമ്പതികളൊക്കെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും സ്വല്പം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിട്ടുനിൽക്കുന്ന കുടുംബജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന പലർക്കും ജൂൺ മാസം മുതൽ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പരിഗണനാ സ്വഭാവം ഇരുവർക്കും നിർബന്ധമായിട്ടും വേണ്ടതാണ്. അതിലുപരി ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, ആത്മസംയമനം എന്നിവ പാലിച്ചുകൊണ്ടും ഈശ്വരാർപ്പിതമായിട്ടുള്ള ചിന്തകളോടുകൂടി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലുള്ള ജീവിതത്തിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.